നമസ്കാരം. 1001 രാവുകളിലെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അല്ലേ? പക്ഷേ ഒരൊറ്റ കുളത്തിൽ 4 നിറത്തിലുള്ള മീനുകളുള്ള ഒരു കഥയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു സുൽത്താന്റെ ഉറക്കം കളഞ്ഞ പ്രതികാരവും മാന്ത്രികതയുമൊക്കെ നിറഞ്ഞ ആ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ കഥ തുടങ്ങുന്നത് തന്നെ ഒരു വലിയ ചോദ്യത്തോടെയാണ്. നായാട്ടിന് പോയ ഒരു സുൽത്താൻ വഴിയിൽ മുൻപൊരിക്കലും കാണാത്തൊരു കുളം കാണുന്നു. അതിലെ കാഴ്ചയോ ജഞ്ജ്യ വിശ്വസനീയം. വെള്ള, ചുവപ്പ്, നീല, മഞ്ഞ 4 നിറത്തിലുള്ള മീനുകൾ ഒരേ കുളത്തിൽ. ഇതെങ്ങനെ? ഈയൊരു ചോദ്യമാണ് സുൽത്താന ഒരു വലിയ രഹസ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത്. ഇതൊരു വെറും കൗതുകമായിരുന്നില്ല കേട്ടോ. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയാതെ തനിക്ക് വിശ്രമമില്ലെന്ന് അദ്ദേഹം അങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ തിരിച്ചയച്ച് വാളുമെടുത്ത് ആ രഹസ്യം തേടി അദ്ദേഹം ഒറ്റയ്ക്ക് യാത്രയായി. അങ്ങനെ ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടി സുൽത്താൻ ഒറ്റയ്ക്ക് യാത്ര തുടങ്ങി. വിജനമായ വഴികളിലൂടെ ദിവസങ്ങളോളം സഞ്ചരിച്ചു. ഒടുവിൽ ദൂരെയായി ഒരു കറുത്ത കൊട്ടാരം അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടു. അതൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ അദ്ദേഹം ചെന്ന് കയറിയത് ഭയങ്കരമായൊരു നിശ്ശബ്ദതയിലേക്കായിരുന്നു. അടുത്തു ചെന്നപ്പോഴോ കറുത്ത കല്ലുകൊണ്ട് പണിതൊരു ഭീമൻ കൊട്ടാരം. പക്ഷേ ഒരു മനുഷ്യൻ പോലുമില്ല അവിടെ. കൊട്ടാരത്തിന്റെ മുറ്റത്ത് സ്വർണം കൊണ്ടുള്ള സിംഹങ്ങൾ വെള്ളം ചീറ്റുന്നുണ്ട്. പക്ഷേ ആ ശബ്ദം പോലും എങ്ങോട്ടോ മാഞ്ഞുപോകുന്ന പോലെ. എന്തോ ഒരു പേടിപ്പിക്കുന്ന നിശ്ശബ്ദത ആ കൊട്ടാരത്തെ മൊത്തത്തിൽ മൂടിയിരിക്കുകയായിരുന്നു. ആ നിശ്ശബ്ദത്തെ കീറി മുറിച്ചുകൊണ്ട് കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് നെഞ്ചുപൊട്ടുന്നൊരു കരച്ചിൽ കേൾക്കുന്നു. ആരോ വലിയ വേദനയോടെ പാടുന്നതുപോലെ. ആ ശബ്ദം എവിടെ നിന്നാണെന്നറിയാൻ സുൽത്താൻ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് നടന്നപ്പോൾ ആ കരച്ചിൽ കേട്ട് സുൽത്താൻ ഒരു മുറിയിലെത്തി. അവിടെയാണ് ആ കൊട്ടാരത്തിന്റെ എല്ലാ രഹസ്യങ്ങളുടെയും, നമ്മൾ ആദ്യം പറഞ്ഞ ആ കുളത്തിന്റെ രഹസ്യത്തിന്റെയും ഒക്കെ ഉത്തരമുണ്ടായിരുന്നത്. കഥയുടെ ഒരു പ്രധാന വഴിത്തിരിവ് തന്നെയായിരുന്നത്. ആ മുറിയിലെ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. സുൽത്താൻ സലാം പറഞ്ഞപ്പോൾ അയാൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യമെന്ന് സുൽത്താൻ ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ തന്റെ വസ്ത്രമൊന്ന് പൊക്കിക്കാണിച്ചു. സുൽത്താൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അരയ്ക്ക് താഴോട്ട് അയാൾ വെറുമൊരു കല്ലായിരുന്നു. പകുതി മനുഷ്യൻ, പകുതി മാർബിൾ. അപ്പോൾ ആ കുളത്തിന്റെ കഥ അറിയണമെങ്കിൽ ആദ്യം ഈ രാജകുമാരന്റെ കഥ അറിയണം. സ്നേഹത്തിന്റെയും ചതിയുടെയും പിന്നെ കടുത്ത പ്രതികാരത്തിന്റെയും ഒരു കഥയാണത്. നമുക്ക് കേൾക്കാം എന്താണ് സംഭവിച്ചതെന്ന്. കഥ തുടങ്ങുന്നത് 5 വർഷം മുൻപാണ്. രാജകുമാരൻ അയാളുടെ കസിന് വിവാഹം കഴിച്ചു. നല്ല സന്തോഷമുള്ളൊരു ജീവിതമായിരുന്നു. എന്നാൽ 1 വർഷം മുൻപ് കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഭാര്യയ്ക്ക് രാത്രിയിൽ വേറൊരു ബന്ധമുണ്ടെന്ന് അയാൾ അറിഞ്ഞു. അപ്പോൾ അന്ന് രാത്രി തന്നെ അയാൾ അവളെ ഫോളോ ചെയ്തു. അവിടെ കണ്ട കാഴ്ച അയാളെ തകർത്ത് കളഞ്ഞു. ദേഷ്യം വന്ന രാജകുമാരൻ ആ കാമുകനെ വാളെടുത്ത് വെട്ടി. പക്ഷെ അയാൾ ചത്തില്ല. പിറ്റേ ദിവസം ഭാര്യ ഇതെല്ലാം അറിഞ്ഞു. അവൾ വെറുമൊരു രാജകുമാരിയായിരുന്നില്ല, ഒരു മന്ത്രവാദിനി കൂടിയായിരുന്നു. പിന്നെ നടന്നത് ക്രൂരമായ പ്രതികാരമാണ്. ഈ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കൂ. വെറുമൊരു സംസാരമല്ലത്. ഭർത്താവിനോടുള്ള വെറുപ്പ് എത്രത്തോളമുണ്ടെന്നതിൽ വ്യക്തമാണ്. ഇതിൽ നിന്ന് തന്നെ ഊഹിക്കാം എത്ര വലിയൊരു ശിക്ഷയാണ് അവൾ അയാൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നതെന്ന്. അപ്പോ ഇപ്പോഴാണ് ആ 4 നിറമുള്ള മീനുകളുടെ രഹസ്യം നമുക്ക് മനസ്സിലാവുന്നത്. അവൾ ശപിച്ചത് രാജകുമാരനെ മാത്രമല്ല, ആ രാജ്യത്തുള്ള എല്ലാവരെയുമായിരുന്നു. ഓരോ നിറവും ആ നഗരത്തിലെ ഓരോ മതവിഭാഗത്തിലുള്ള ആൾക്കാരായിരുന്നു. വെറുമൊരു ശാപമല്ല, ഒരു നാടിനെ മുഴുവൻ അവിടത്തെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് ശിക്ഷിക്കുകയായിരുന്നു അവൾ. പക്ഷേ ശാപം കൊണ്ടൊന്നും അവളുടെ ദേഷ്യം തീർന്നില്ല. എല്ലാ ദിവസവും അവൾ വരും. എന്നിട്ട് രാജകുമാരന്റെ വസ്ത്രം വലിച്ചുകീറി 100 അടി കൊടുക്കും ചാട്ടവാർ വെച്ച്. വേദന കൊണ്ട് കരയുമ്പോൾ മുള്ളുപോലുള്ള ഒരുതരം രോമക്കുപ്പായം അവനെ അണിയിക്കും. ചുരുക്കിപ്പറഞ്ഞാൽ ശപിച്ചു വിടുകയായിരുന്നില്ല, ഓരോ ദിവസവും കൊല്ലാതെ കൊല്ലുകയായിരുന്നു. ഈ ക്രൂരതയുടെ കഥയെല്ലാം കേട്ടപ്പോൾ സുൽത്താന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അദ്ദേഹം രാജകുമാരന് വാക്കുകൊടുത്തു, ഇതിനൊരു പരിഹാരമുണ്ടാക്കുമെന്ന്. എന്നിട്ട് മന്ത്രവാദിനിയുടെ ഈ ഡെയിലി റൂട്ടീനില്ലേ, അത് വെച്ച് തന്നെ അവൾക്കൊരു പണി കൊടുക്കാൻ സുൽത്താൻ തീരുമാനിച്ചു. നല്ല റിസ്ക്കുള്ളൊരു പ്ലാനായിരുന്നു അത്. സുൽത്താന്റെ പ്ലാൻ ഇതായിരുന്നു. മന്ത്രവാദിനി പതിവ് പോലെ രാജകുമാരനെ അടിക്കാൻ വരുമല്ലോ, അത് കഴിഞ്ഞ് അവൾ കാമുകനെ കാണാൻ പോകും. ആ തക്കത്തിന് സുൽത്താൻ അവിടെ ചെന്ന് ആ കാമുകനെ തീർക്കും. എന്നിട്ട് അവന്റെ സ്ഥാനത്ത് ഇരുട്ടത്ത് വാളും പിടിച്ചു കിടക്കും. ഇരുട്ടായതുകൊണ്ട് അവൾക്ക് ആളെ മനസ്സിലാവില്ല എന്നായിരുന്നു സുൽത്താന്റെ കണക്കുകൂട്ടൽ. ശരിക്കും ചങ്കൂറ്റം വേണ്ടൊരു പണിയായിരുന്നു അത്. അങ്ങനെ പതിവ് പോലെ അവൾ കാമുകന്റെ അടുത്തേക്ക് വന്നു. പക്ഷെ അവൾക്കറിയില്ലല്ലോ അവിടെ കിടക്കുന്നത് അവളുടെ കാമുകനല്ല, വാളും പിടിച്ച് സുൽത്താനാണെന്ന്. കഥയിലെ ഏറ്റവും ടെൻഷനുള്ള ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അവൾ വന്ന് കൊഞ്ചാൻ തുടങ്ങിയപ്പോൾ സുൽത്താൻ ശബ്ദം മാറ്റി പറഞ്ഞു, നിന്നോട് മിണ്ടാൻ പോലും എനിക്ക് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ പറയുന്നേ എന്നവൾ ചോദിച്ചപ്പോൾ സുൽത്താൻ അടുത്ത നമ്പർ ഇറക്കി. നിന്റെ ഭർത്താവ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് എന്റെ മുറിവുണങ്ങാത്തത്. ഇത് കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു. അവനെ ഞാൻ തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സുൽത്താൻ പറഞ്ഞു, അവനെ കൊല്ലണ്ട, ആ ശാപം അങ്ങ് മാറ്റിക്കൊടുക്ക്. അവന്റെ കരച്ചിലൊന്ന് നിന്നാൽ മതി.
ആ കെണിയിൽ അവൾ ശരിക്കും വീണു. സുൽത്താന്റെ ബുദ്ധി അപാരം തന്നെ. കാമുകനെ സന്തോഷിപ്പിക്കാമല്ലോന്നോർത്ത് അവൾ ഓടി കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. എന്നിട്ടൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് എന്തോ മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ തുടങ്ങി. പെട്ടെന്ന് ആ പാത്രത്തിൽ വെള്ളം വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങി. ആ തിളച്ച വെള്ളമെടുത്ത് രാജകുമാരന്റെ ദേഹത്തേക്ക് ഒഴിച്ചുകൊണ്ട് അവൾ ഉറക്കെ പറഞ്ഞു, നിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറൂ എന്ന്. താൻ ചെയ്യുന്നത് തന്റെ കാമുകന് വേണ്ടിയാണെന്ന സന്തോഷത്തിലായിരുന്നു അവൾ. പക്ഷേ സത്യത്തിൽ അവൾ സുൽത്താന്റെ കെണിയിൽപ്പെടുകയായിരുന്നു. ആ വെള്ളം ദേഹത്ത് വീണതും ഒറ്റ നിമിഷം രാജകുമാരന്റെ കല്ലായിപ്പോയ ശരീരം പഴയപടിയായി. 1 വർഷത്തിനു ശേഷം അയാൾ ആദ്യമായി സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്നു. അവൻ സ്വതന്ത്രനായി. രാജകുമാരൻ പഴയപടിയായി എന്ന് മന്ത്രവാദിനി സന്തോഷത്തോടെ കാമുകനെ, അതായത് സുൽത്താനെ അറിയിച്ചു. അപ്പോൾ ഇരുട്ടിൽ നിന്ന് സുൽത്താൻ ചോദിച്ചു, നീ കൊമ്പു മാത്രമേ മുറിച്ചുള്ളൂ, വേര് അവിടെ തന്നെയുണ്ടല്ലോ. എന്താവും ആ വേര്? സംശയമുണ്ടോ? അത് ആ മന്ത്രവാദിനി തന്നെ. അപ്പോൾ കഥയുടെ ഒരു ഭാഗം കഴിഞ്ഞു. പക്ഷേ ഇതിവിടെ തീരുന്നില്ല. ബുദ്ധി ഉപയോഗിച്ച് ശാപം മാറ്റിയ സുൽത്താന് ആ ശാപത്തിന് കാരണക്കാരിയായവളെ തന്നെ ഇല്ലാതാക്കാൻ പറ്റുമോ? അതാണ് അടുത്ത ചോദ്യം.